രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് നാട്ടിൽ കാണുന്ന സ്ത്രീകളെയെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ പണം എവിടെയെന്ന് ചോദിച്ചാൽ വയനാട് ദുരന്ത ഭൂമിയിലെ മനുഷ്യന് അവർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പണം എവിടെയെന്ന് ചോദിച്ചാൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ബലാത്കാരത്തെക്കുറിച്ച്, ബലാത്സംഗത്തെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കണക്കുകളെ കുറിച്ച്, അവരുടെ അനുഭവങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പഞ്ചനക്ഷത്ര ഹോട്ടൽ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം സൗകര്യപൂർവ്വം ഈ ചില മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന ഒരു വാർത്തയുണ്ട്. വയനാട് ദുരന്തം. ഈ വയനാട് ഒരു ദിവസം അർദ്ധരാത്രിയിൽ നമ്മളെ പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ പിറ്റേ ദിവസം മുതൽ അവരുടെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടുറങ്ങാൻ കിടന്ന മനുഷ്യർ അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നപ്പോൾ തന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന മനുഷ്യർ, തന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന തന്റെ സഹോദരങ്ങളും തന്റെ കുടുംബവുമെല്ലാം ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയപ്പോൾ, തന്റെ സ്വപ്നങ്ങളാകെ ഒലിച്ചു പോയപ്പോൾ, തന്റെ നാടാകെ ഒലിച്ചു പോയപ്പോൾ ഈ കേരളം അവർക്ക് കരുതലോടെ കാവൽ നിന്നു. ഡിവൈഎഫ് അടക്കമുള്ള യുവജന സംഘടനകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് വന്ന് ആക്രി പറക്കിയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വിയർപ്പിന്റെ ഓഹരി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ 25 വീട് കൊടുക്കാൻ പറഞ്ഞെടുത്ത് ഇന്ന് 100-ലധികം വീടുകൾ കൊടുക്കാൻ വേണ്ടി 20-ലധികം കോടി രൂപ പിരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് കൈമാറി. എന്നാൽ 100 വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ വീട് എവിടെ, പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ, പണം പോയ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ഇങ്ങനെ ഒന്നൊന്നായി വാർത്ത വരികയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് നാട്ടിൽ കാണുന്ന സ്ത്രീകളെയെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ പണം എവിടെയെന്ന് ചോദിച്ചാൽ വയനാട് ദുരന്ത ഭൂമിയിലെ മനുഷ്യന് അവർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പണം എവിടെയെന്ന് ചോദിച്ചാൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് തന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, തന്റെ ആഡംബരത്വത്തിന് വേണ്ടി, സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി, പഞ്ചനക്ഷത്ര സംസ്കാരത്തിന് വേണ്ടി, ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയെല്ലാം ഈ വയനാട് ഫണ്ട് മുക്കിയ കാഴ്ചയാണ് നാം കാണുന്നത്. അവിടാണ് ഈ പണം പോയിരിക്കുന്നത്. വയനാട് ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പഞ്ചനക്ഷത്ര സംസ്കാരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറുമ്പോൾ ഈ പണം എല്ലാം, മുക്കിയ പണം അങ്ങോട്ടാണ് പോയതെന്ന് കേരളം തിരിച്ചറിയണം. അങ്ങനെ ഈ നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ, ഈ നാടിന്റെ പൈതൃകത്തെ എല്ലാം ഇല്ലാതാക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മാറുകയാണ്. എന്തെല്ലാം വാർത്തകൾ വരികയാണ്. ഒരു മുൻ മാധ്യമ പ്രവർത്തകയായ സിനിമാ താരം 3 വർഷക്കാലം മുമ്പ് ഇങ്ങനെ സൈബർ ഇടങ്ങളിലൂടെ പരിചയപ്പെട്ട ആ പരിചയത്തിന്റെ ഭാഗമായി അവരെ നക്ഷത്ര ഹോട്ടലിലേക്ക് വിളിക്കുന്നു. അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ, നീ വിചാരിക്കുന്ന കണക്കൊരു പെൺകുട്ടിയല്ല ഞാൻ, നിന്റെ സംസ്കാരമല്ല എന്റേതെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ നിരന്തരമായി ശല്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശന്റെ അടുത്തേക്ക് പരാതിയുമായി പോകുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് ആ പെൺകുട്ടിയോട് പറയുന്നത്? കൊച്ചു കള്ളി, ഇതൊക്കെ ഒരു കുട്ടിക്കളിയായി കണ്ടുകൂടെ എന്ന് പറഞ്ഞ് അതെല്ലാം ആ കുട്ടിയുടെ കവിളിൽ തട്ടി ആശ്വസിപ്പിച്ച് തിരിച്ചു വിടുന്നതാണ്. എന്നിട്ട് ഞാൻ അവനെ ഒന്ന് ശകാരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. 3 വർഷം മുമ്പ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിൽ നിന്നും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു പെൺകുട്ടി പേടിച്ച് പകച്ച് മാനാഭിമാനം കൊണ്ട് ബുദ്ധിമുട്ടിലായ ആ പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് അനുഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോയപ്പോൾ ഇതെല്ലാം ഒരു കുട്ടിക്കളിയായി കണ്ടുകൊണ്ട് ആശ്വസിപ്പിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ സതീഷ് ഏട്ടൻ എങ്ങനെ പറയാൻ കഴിയുന്നതാണ്? സതീഷ് ഏട്ടന്റെ വീഡിയോ, ഇതിനേക്കാൾ നല്ല വീഡിയോകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നിങ്ങൾ കണ്ടതാണ്.
അങ്ങ് ഈ സതീശേട്ടനുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വിളിക്കുന്ന തെറിപ്പാട്ട്, എടാ ഡാഷ് മോനെ എന്ന് വിളിച്ച് നീ എന്റെ അടുത്ത് എത്ര തവണ വന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള VD സതീശന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞിട്ട് വല്ല രക്ഷയുമുണ്ട്? ഈ കടിച്ചതിനേക്കാൾ വലുതാണ് പൊത്തയിലിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനും തങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളോട് ഒരു പെൺകുട്ടി പോയി പരാതി പറയുമ്പോൾ, ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കുടുംബ സുഹൃത്തായിട്ടുള്ള ഒരാൾ പരാതി പറയുമ്പോൾ അദ്ദേഹത്തെ ഈ പരാതിക്ക് ശേഷം MLA നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്ത് MLA ആക്കി. VD സതീശൻ കരുതിയത് തന്നെ പോലെ നല്ല മിടുക്കനായ പയ്യൻ, ഇവനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമ്പർ കിട്ടി 2-ാം ദിവസം തന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ഇവനെ അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ആളാണോ എന്ന് പറഞ്ഞ് അവനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി, പാലക്കാട്ടെ MLA ആക്കി.